നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഈ സെപ്പറേഷൻ ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകുമോ? അങ്ങനെ അതിൽ ആ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമോ? എന്നെല്ലാമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്ക് ഒരുപാട് ഹൃദയം കീറി മുറിക്കുന്ന അത്രമാത്രം ഒരു പെയിൻ നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് തകർത്തിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം ആയിട്ടുള്ള ഒരു വേദന, അതായത് ഈ വ്യക്തിയെ നിങ്ങൾക്ക് കാണുവാനോ അല്ലെങ്കിൽ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനോ ഒന്നിനും കഴിയാത്ത അത്രമാത്രം ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് കെയറിങ് കണക്ഷൻസ് ആണ് കാണുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തി ഒരുപാട് ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ് എന്നാണ് കാണുന്നത്. അതായത് ഈ വ്യക്തിക്ക് മേ ബി കൂടുതൽ പേർക്കും ഈ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു ലൈഫ് സിറ്റുവേഷനോടോ കൂടുതലായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവർ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായതായിട്ടാണ് കാണുന്നത്. മേ ബി ആ ഒരു ചങ്ങല പൊട്ടിച്ച് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ അവരുടെ ഫാമിലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറുമായിട്ട് അവർക്ക് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ഓവറായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ട് തന്നെ അവരെ ഉപേക്ഷിച്ച് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. ഓക്കെ, ചില ആൾക്കാർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോലും കാര്യങ്ങളിലൂടെ പോലും മൂവ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അവർ സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഡൈവേഴ്സിലോ എത്തി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു രീതിയിൽ നിയമ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഫോഴ്സ്ഫുള്ളി ആ വ്യക്തിയെ കൊണ്ട് മറ്റ് വ്യക്തികൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ചെയ്യിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം ആ വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരെ ഒപ്പോസ് ചെയ്യുന്ന വ്യക്തിയെ അവർക്ക് ഒരിക്കലും എതിർക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ആയിരിക്കണം. അതുകൊണ്ടായിരിക്കും ആ ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടായിരിക്കണം നിങ്ങളിലേക്ക് തിരികെ വരാനോ അവർക്ക് ഈ ഒരു സെപ്പറേഷൻ മറികടക്കാനോ കഴിയാത്തത് എന്നിവിടെ കാണുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്ട്രോങ് ഫീലിങ്സ് ആണുള്ളത്, ഒരുപാട് കെയറിങ് കണക്ഷൻസ് ആണുള്ളത്. അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷൻ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്നവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അതിനവർക്ക് കഴിയുന്നില്ല. ഓക്കെ, യെസ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പല സിറ്റുവേഷനോടും അല്ലെങ്കിൽ പല വ്യക്തികളോടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയും ഫർഗീവ്നെസ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവില്ലാത്ത പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ദെൻ യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു ഫ്ലോയ്ക്ക് അനുസൃതമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. ഒരു മേജർ ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അല്ലേ, ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അതുകൊണ്ടുള്ള യൂണിവേഴ്സൽ സയൻസ് മേ ബി നിങ്ങൾ പലരും കാണുന്നുണ്ടാവാം.
എസ്പെഷ്യലി ബ്ലൂ, യെല്ലോ ഓർ വൈറ്റ് ബട്ടർഫ്ലൈസ് നിങ്ങൾ കാണുന്നുണ്ടാവാം. തീർച്ചയായിട്ടും അത് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു സൈൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സാഹചര്യങ്ങളോട്, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോട് നിങ്ങൾ ക്ഷമിക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സാലെ ക്ഷമ കൊടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. ആ ഒരു സിറ്റുവേഷനോട് കൂടി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ. ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട്. കമ്മ്യൂണിക്കേഷൻ ഈസ് കീ. ഓക്കെ, നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെപ്പറേഷൻ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ചേഞ്ച് സംഭവിക്കാനാണ് സാധ്യത ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം കൊടുക്കുക. അതായത് പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കാണ്ട്, പെട്ടെന്ന് നിങ്ങൾ ഓരോ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാണ്ട് നിങ്ങൾ കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ തീരുമാനിക്കുക. ഓക്കെ. ആൻഡ് ദെൻ പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ. അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു ഇഷ്യൂവിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയാണ്, അതിനൊരു പരിഹാരം നിങ്ങൾക്ക് വരുന്നുണ്ട്. അതാണ് എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നറിയാത്തൊരു സാഹചര്യമായിരിക്കാം. എന്തുകൊണ്ടാണ് ഈ സെപ്പറേഷൻ എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവാം. അതിനെല്ലാം ഉള്ളൊരു പരിഹാരമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതിന് ഒരു കൺക്ലൂഷനാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ്. ഓക്കെ, നിങ്ങൾക്കിടയിൽ ഒരു കോൺവെർസേഷൻ വരുന്നുണ്ടാവാം, ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നുണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക എന്ന് ഉള്ളൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കൂടുതൽ പേർക്കും ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത്. ആ പേഴ്സണ് എപ്പോഴും അവർക്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇംബാലൻസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇംബാലൻസ് സിറ്റുവേഷൻ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തി പലപ്പോഴും നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കാണ്ട് മറ്റു വ്യക്തികൾ പറയുന്ന വാക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ പറയുന്ന വഴികളിലൂടെ അവർ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അവർ മറ്റു വ്യക്തികൾ അവരെ ഒരുപാട് മാനസികമായിട്ട് അവർ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഏതോ ഒരു വ്യക്തി അവരുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരിലും മേ ബി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ ആ ഒരു ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മേ ബി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് ഈ ഒരു സാഹചര്യത്തിൽ ഈ റിലേഷൻഷിപ്പിൽ വരാണ്ടിരിക്കാൻ നിങ്ങളുടെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇടപെടൽ അതിലൊന്നും അനുവദിക്കുന്നില്ല.